സാർ പൊതുവിദ്യാഭ്യാസം സ്കൂൾ വിദ്യാഭ്യാസ മേഖലകൾ ബജറ്റ് വിഹിതത്തിലും വിനിയോഗത്തിലും വൻ വർധനമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. സമീപ വർഷങ്ങളിൽ ബജറ്റ് വിഹിതത്തേക്കാൾ കൂടുതൽ തുക ചെലവഴിക്കാൻ സാധിച്ചു എന്നത് കാര്യക്ഷമമായി പദ്ധതികൾ നടപ്പിലാക്കുന്നതിലെ മികവിനെയും വിദ്യാഭ്യാസ മേഖലയ്ക്ക് സർക്കാർ നൽകുന്ന മുൻഗണനയുമാണ് സൂചിപ്പിക്കുന്നത്. അഖിലേന്ത്യാ തലത്തിൽ സ്കൂൾ വിദ്യാഭ്യാസ ഗുണമേന്മാ സൂചികയിലടക്കം എല്ലാ ഘടകങ്ങളും കേരളം മുന്നിലെത്തി. സർ, കേരളം ഒരു ദശാബ്ദത്തിനിടെ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയ്ക്കായി അനുവദിച്ച 8719.14 കോടി രൂപയിൽ 8020 കോടി രൂപയും ചെലവഴിക്കാൻ സാധിച്ചു കഴിഞ്ഞു. ഈ നേട്ടങ്ങൾ നിലനിർത്തുന്ന നിലവാരം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി പിന്തുണാ പ്രവർത്തനങ്ങൾ തുടരുന്നതിന് 1128.71 കോടി രൂപ വകയിരുത്തുന്നു. അടിസ്ഥാന സൗകര്യ വികസനം. സർ, കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലമായി സർക്കാർ നടപ്പിലാക്കിയ ലക്ഷ്യാധിഷ്ഠിത നിക്ഷേപത്തിലുള്ള ഫലമായി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ശ്രദ്ധേയമായ പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞു. കിഫ്ബി മുഖേന 2565 കോടി രൂപയാണ് വിദ്യാഭ്യാസ മേഖലയിൽ ചെലവഴിച്ചത്. പ്രൈമറി, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ മേഖലയ്ക്കായി 167 കോടി രൂപ പദ്ധതിയിൽ വകയിരുത്തുന്നു. തടസ്സരഹിത വിദ്യാഭ്യാസത്തിനായി 11 കോടി, അക്കാഡമിക് നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കായിട്ട് 56.25 കോടി രൂപ വകയിരുത്തുന്നു. സാർ, വിദ്യാഭ്യാസ രംഗത്ത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നതിനായി പ്രത്യേക ഫണ്ടുകളും കർമ്മപദ്ധതികളും സർക്കാർ നൽകി വരുന്നുണ്ട്. ഈ പരിപാടികൾ തുടരുന്നതിനായി ആകെ 102.64 കോടി രൂപ. അധ്യാപകരുടെ ശാക്തീകരണത്തിനായി 10 കോടി രൂപ വകയിരുത്തുന്നു. സ്കൂളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മാലിന്യ സംസ്കരണത്തിനായി 10 കോടി രൂപ വകയിരുത്തുന്നു. ആധുനികവൽക്കരണ പാതയിൽ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് 42 കോടി രൂപ വകയിരുത്തുന്നു. സാർ, സൗജന്യ യൂണിഫോം വിതരണ പദ്ധതിക്കായി 150.34 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ എയ്ഡഡ് സർക്കാർ UP സ്കൂളുകളിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും 2 ജോഡി സൗജന്യ കൈത്തറി യൂണിഫോം നൽകുന്നതിനുള്ള കൈത്തറി ഡയറക്ടറേറ്റിൻ്റെ പദ്ധതിക്കായുള്ള 70 കോടി രൂപയും ഉൾപ്പെടും. ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് പരിചരണം നൽകുന്ന സ്ഥാപനങ്ങൾക്ക് സാമ്പത്തിക സഹായം എന്ന പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്കായി 62 കോടി രൂപ വകയിരുത്തുന്നു. ഹയർ സെക്കൻഡറി തലത്തിൽ സ്കൂൾ തലത്തിലും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിന് ലക്ഷ്യം വെച്ചുകൊണ്ട് BPL വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നതിനുള്ള പദ്ധതിക്കായി 7.9 കോടി രൂപയും, സർക്കാർ കെട്ടിടങ്ങളിലെ ബഹുനില കെട്ടിടങ്ങൾക്ക് 74 കോടി രൂപയും, CH മുഹമ്മദ് കോയ മെമ്മോറിയൽ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെൻ്റലി ചലഞ്ചിന് 10.1 കോടി രൂപയും മറ്റും. സാർ, സമഗ്ര ശിക്ഷയുടെ സംസ്ഥാന വിഹിതമായ 55 കോടി, സമഗ്ര ശിക്ഷ പ്രൊജക്ട് മുഖേന നടപ്പിലാക്കുന്ന വിവിധ പ്രവർത്തനങ്ങൾക്കായി 23 കോടി രൂപയും മാറ്റിവെക്കുന്നു. പട്ടികവർഗ വിഭാഗത്തിലും മറ്റ് പിന്നോക്ക വിഭാഗത്തിലുള്ള കുട്ടികളുടെ പഠന തുടർച്ച, വിദ്യാഭ്യാസം ഗുണമേന്മ ഉറപ്പാക്കൽ തുടങ്ങി ഈ വിദ്യാർത്ഥികൾ നേരിടുന്ന വിവിധ വെല്ലുവിളികൾ പരിഹരിക്കുന്നതിന് 14.5 കോടി രൂപ മാറ്റിവെക്കുന്നു. സാർ, കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലമായി കേരളത്തിൽ 8 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലായി 45,000 ക്ലാസ് മുറികളെ സാങ്കേതിക സൗഹൃദമുള്ളതായി മാറ്റിയിട്ടുണ്ട്. പ്രാഥമിക സ്കൂളുകളിൽ കമ്പ്യൂട്ടർ ലാബുകളും സ്ഥാപിച്ചിട്ടുണ്ട്. രാജ്യത്ത് ആദ്യമായി സംസ്ഥാന സ്കൂൾ പദ്ധതിയിൽ കൃത്രിമ ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടുത്തുകയും കഴിഞ്ഞ വർഷം വിന്യസിച്ച 9,000 കിറ്റുകൾക്ക് പുറമെ 20,000-ൽ അധികം റോബോട്ടിക് കിറ്റുകൾ സ്കൂളുകളിലേക്ക് വിതരണം ചെയ്യുകയും ചെയ്തു. IT അധിഷ്ഠിത പ്രവർത്തനങ്ങൾ തുടർന്ന് ശക്തിപ്പെടുത്തുന്നതിനായി കൈറ്റിന് 38.5 കോടി രൂപ വകയിരുത്തുന്നു. മിഡ് ഡേ മീൽ പദ്ധതികൾക്ക് കേന്ദ്രം നൽകുന്ന വിഹിതം മതിയാകാത്ത സാഹചര്യത്തിൽ സംസ്ഥാന വിഹിതമായ 150 കോടി രൂപയ്ക്ക് പുറമെ 260.66 കോടി രൂപ കൂടി മാറ്റിവെച്ചിട്ടുണ്ട്. ആകെ 410.66 കോടി രൂപ മിഡ് ഡേ മീൽ പദ്ധതിക്കും അനുബന്ധ പോഷകാഹാരത്തിനുമായി പ്രത്യേകിച്ച് SC/ST വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ മുൻനിർത്തി വകയിരുത്തുന്നു. സാർ, ഡിജിറ്റൽ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. സ്പോർട്സ് സ്കൂളുകൾക്കായി പ്രത്യേക പാഠ്യപദ്ധതി രൂപീകരിക്കുന്ന പ്രക്രിയ SCRT ആരംഭിച്ചിട്ടുണ്ട്. SCRTയുടെ പ്രവർത്തനങ്ങൾക്കായി 21.25 കോടി രൂപ വകയിരുത്തുന്നു. സാർ, ഉന്നത വിദ്യാഭ്യാസം. സാർ, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നയപരമായ വലിയ മാറ്റങ്ങളും സ്ഥാപനങ്ങളുടെ വിപുലീകരണവും നടപ്പിലായി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് 2016-17 കാലയളവിന് ശേഷം ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് പ്രത്യേക ശ്രദ്ധയും വർദ്ധിച്ച പദ്ധതി വിഹിതം നൽകി വരുന്നുണ്ട്. അതിൻ്റെ ഗുണഫലങ്ങൾ നമ്മുടെ സർവകലാശാലയുടെ ദേശീയ റാങ്കിലെയും അക്രഡിറ്റേഷനിലെയും മുന്നേറ്റത്തിൽ നിന്ന് വ്യക്തമാണ്. സർവകലാശാല ഭരണത്തെ കലുഷിതമാക്കാനുള്ള ശ്രമങ്ങൾക്കിടയിലും ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ ശുപാർശകൾ നടപ്പിലാക്കുന്നതിനും 4 വർഷ ബിരുദ കോഴ്സുകൾ പ്രാവർത്തികമാക്കുന്നതിനും 851.46 കോടി രൂപ നീക്കിവെക്കുന്നു. ഇത് മുൻവർഷത്തേക്കാൾ 8.67% അധികമാണ്. സാർ, ദേശീയ തലത്തിലുള്ള NIRF റാങ്കിങ്ങിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മികച്ച പ്രകടനം തുടരുന്നു. രാജ്യത്തെ മികച്ച 100 കോളേജുകളിൽ 18 എണ്ണം കേരളത്തിൽ നിന്നുള്ളവയാണ്. സർവകലാശാല വിഭാഗത്തിൽ കേരള, മഹാത്മാഗാന്ധി, കുസാറ്റ് എന്നീ സർവകലാശാലകൾ ആദ്യ 50 സ്ഥാനങ്ങളിൽ ഇടം പിടിച്ചു. കേരള സർവകലാശാല NAAC A++ ഗ്രേഡ് കരസ്ഥമാക്കി.
സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന പോയിന്റ് നേടിയ സർവകലാശാലയായി. NIRF 2025 സർവകലാശാലകളിൽ സംസ്ഥാന പൊതു സർവകലാശാലയിൽ 5ാം സ്ഥാനവും സർവകലാശാല യോഗത്തിൽ 21ാം സ്ഥാനവും നേടി. സർ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സർവകലാശാലകളുടെ പ്രവർത്തനങ്ങൾക്കായിട്ട് 259.09 കോടി രൂപ വകയിരുത്തുന്നു. സർ, ലൈബ്രറിയന്മാരുടെ പ്രതിമാസ അലവൻസ് കുറേ കാലമായി പരിഷ്കരിച്ചിട്ടില്ല. അതുകൊണ്ട് ലൈബ്രറി കൗൺസിലുമായി ബന്ധപ്പെട്ട ലൈബ്രറിയന്മാരുടെ പ്രതിമാസ അലവൻസിൽ 1000 രൂപയുടെ വർധനവ് വരുത്തുന്നു. സർ, പത്രപ്രവർത്തകരുടെ പെൻഷൻ നേരത്തെ വർദ്ധിപ്പിച്ചതിന് ശേഷം ഇപ്പോൾ വീണ്ടും 1500 രൂപ വെച്ച് വർദ്ധിപ്പിക്കാൻ തീരുമാനിക്കുന്നു. അതോടുകൂടി 13000 രൂപ ആ പെൻഷനായി വർദ്ധിക്കും പത്രപ്രവർത്തക പെൻഷൻ. പൊതു ഹോസ്റ്റൽ സൗകര്യങ്ങളും സ്കോളർഷിപ്പുകളും. സാർ, താമസ സൗകര്യമില്ലാത്തതിനാൽ ഒരു വിദ്യാർത്ഥിക്ക് ഉന്നത വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടരുത് എന്ന ലക്ഷ്യത്തോടുകൂടി പൊതു ഹോസ്റ്റൽ പദ്ധതി ആരംഭിക്കും. ആദ്യഘട്ടത്തിൽ എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട് ജില്ലകളിലാണ് ഇത് നടപ്പിലാക്കുന്നത്. പ്രാരംഭഘട്ട പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപ വകയിരുത്തുന്നു. സാർ, വിവിധ ഫെലോഷിപ്പുകൾ ഒക്കെ ഉൾപ്പെടുത്തുന്നതിനകത്ത് സർവകലാശാലയിലും ഉന്നത വിദ്യാഭ്യാസത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മുഴുവൻ സമയ PhD ഗവേഷകർക്ക് മറ്റ് ഫെലോഷിപ്പുകൾ കിട്ടാത്തവർക്ക് പ്രതിമാസം 15000 രൂപ നിരക്കിൽ ഫെലോഷിപ്പ് നൽകും. ഇതൊരു പുതിയ പദ്ധതിയാണ്. ഇത് ഗവേഷണ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള വലിയ പദ്ധതിയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് സ്കോളർഷിപ്പ് ഫെലോഷിപ്പ് പദ്ധതിക്കായിട്ട് 38.76 കോടി രൂപ വകയിരുത്തുന്നു. സാങ്കേതിക വിദ്യാഭ്യാസവും ഗവേഷണവും 295 കോടി ഈ മേഖലയ്ക്കായി മാറ്റിവെക്കുന്നു. IHRDക്കായി 40 കോടിയും ട്രസ്റ്റ് പാർക്കിനായി 4 കോടിയും LBSനും 9.58 കോടി രൂപയും സർക്കാർ പോളിടെക്നിക്കുകൾക്ക് 49 കോടി രൂപയും ടെക്നിക്കൽ ഹൈസ്കൂളുകൾക്ക് 11.5 കോടി രൂപയും മാറ്റിവെക്കുന്നു. സാർ, ഉന്നത വിദ്യാഭ്യാസ പരിഷ്കരണ റിപ്പോർട്ടുകൾ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി 10 മികവിൻ്റെ കേന്ദ്രങ്ങൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ്. ഇവയിൽ 5 സംസ്ഥാനത്ത് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. പ്രസ്തുത പ്രവർത്തനങ്ങൾക്കായി 12 കോടി വകയിരുത്തുന്നു. സർവകലാശാലയിലെ അക്കാഡമിക് പ്രവർത്തനങ്ങൾ മികവുറ്റതാക്കാനുള്ള ഡിജിറ്റൽ മാനേജ്മെൻറ്റ് സംവിധാനം എല്ലാ സർവകലാശാലയിലും വ്യാപിപ്പിക്കുന്നതിനായി 2 കോടി രൂപ കെയർ എന്ന പദ്ധതിക്കായിട്ട് വകയിരുത്തുന്നു. സാർ, ശാസ്ത്രം കൂടുതൽ ജനകീയമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള വിവിധ പ്രവർത്തനങ്ങൾക്കായിട്ട് 30.70 കോടി രൂപ വകയിരുത്തുന്നു. ഞാൻ ആ സ്ഥലങ്ങളെല്ലാം വായിക്കുന്നില്ല. സർക്കാർ നിയമപഠന കോളേജുകൾക്ക് പ്രവർത്തനങ്ങൾക്കായി 16.7 കോടി രൂപ മാറ്റിവെക്കുന്നു. കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിന് 22 കോടി രൂപ മാറ്റിവെക്കുന്നു. അസാപ്പിന് 35.3 കോടി രൂപ മാറ്റിവെക്കുന്നു. KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിൻ്റെ പ്രവർത്തനങ്ങൾക്ക് 11.5 കോടി രൂപ മാറ്റിവെക്കുന്നു. PG സംസ്കൃതി കേന്ദ്രത്തിന് 2 കോടി രൂപ വകയിരുത്തുന്നു. കോളേജ് വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കോളേജുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന മറ്റ് ഭൗതിക മാനവ വികസന പരിപാടികൾക്ക് പദ്ധതിയായിട്ട് 104 കോടി രൂപ വകയിരുത്തുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.